ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ബിസിനസ് നടക്കുന്നത് മെഡിക്കൽ രംഗത്താണ്. ലോകവ്യാപകമായി ഏത് രാജ്യം നമ്മളെടുത്ത് നോക്കിയാലും ഏറ്റവും അധികം ബിസിനസ് ഓരോ ദിവസവും നടക്കുന്നത് മെഡിക്കൽ രംഗത്ത് തന്നെയാണ്. ഞാനിത് പറയാൻ കാരണം ഈ ഡോക്ടർമാരാണ് നമ്മുടെ വഴികാട്ടികൾ. രോഗം വരുമ്പോൾ കഴിക്കേണ്ട ആഹാരങ്ങൾ ഇന്നതാണെന്ന് പറയുക, മെഡിസിൻ തരിക, ഇതെല്ലാം ഡോക്ടർമാരുടെ കടമകളാണ്. അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ അടുത്ത നാളുകളിലായി ഈ സോഷ്യൽ മീഡിയയുടെ വ്യാപനം അതിഭയങ്കരമായിട്ട് വന്നതോടുകൂടി എന്ത് കഴിക്കണം, എന്ത് കഴിക്കേണ്ട, എന്ത് കഴിക്കാതിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വലിയൊരു ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് സാധാരണ ജനങ്ങൾ. എന്നെ സംബന്ധിച്ച് എനിക്കത് ബോധ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ഡോക്ടർ പറയുകയാണ് മുട്ട കഴിക്കരുത്, മുട്ട കഴിച്ചാൽ കൊളസ്ട്രോള് അധികമാകും, അപകടമാണ്. മഞ്ഞക്കുരു തൊടാനേ പാടില്ല, കഴിക്കുന്നെങ്കിൽ വെള്ള കഴിച്ചോ, വെള്ളയിൽ മുഴുവൻ പ്രോട്ടീനാണ്, അതുകൊണ്ട് വെള്ള കഴിച്ചോളൂ, മഞ്ഞക്കുരു കഴിക്കാൻ പാടില്ല. ഇതാണ് ഡോക്ടർമാരുടെ ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ നാളുകളിലായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും നമ്മൾ കേൾക്കുന്നതും കാണുന്നത്. എന്നാൽ ഈ അടുത്ത നാളിലായി ഒരു കൂട്ടം ഡോക്ടേഴ്സ് പറയുന്നു മഞ്ഞക്കുരു കഴിച്ചേ പറ്റൂ, അതിനകത്ത് കൊഴുപ്പുണ്ട്, ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളെല്ലാം ഉണ്ട്, കൊളസ്ട്രോൾ അധികമൊന്നുമില്ല, നിങ്ങൾ മഞ്ഞക്കുരു മുട്ട മുഴുവനായിട്ട് കഴിച്ചോണം എന്നാണ് ഒരു സംഘം ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ രണ്ട് ഡോക്ടർമാർ രണ്ട് തട്ടിൽ നിന്ന് സംസാരിക്കുന്നതിന് മുന്നമേ തന്നെ ഞാൻ ഈ മുട്ട മൊത്തത്തിൽ കഴിക്കുന്ന കൂട്ടത്തിലാണ്. മഞ്ഞക്കുരു കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് മുട്ടയാണ്, പിന്നെ മുട്ടയിൽ എന്തോ ടേസ്റ്റ് ഉള്ളത്? ഇച്ചിരി രുചിയൊക്കെ തോന്നണേ മഞ്ഞക്കുരു കഴിക്കണ്ടിയോ? മഞ്ഞക്കുരു കഴിച്ചേ പറ്റൂ. ഈ കൊളസ്ട്രോളാണ് മഞ്ഞക്കുരു കഴിക്കേണ്ടെന്നുള്ള പേടി വന്നേ പിന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ അടുത്ത പാത്രത്തിലിരുന്ന് കഴിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെല്ലാം മഞ്ഞക്കുരോട് വെച്ചിട്ട് വെള്ളക്കരു മാത്രം കഴിച്ചിട്ട് പോകും. അവർ 5-8 പേരിരുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് പോകുമ്പോഴും ഇതിലെല്ലാം ഓരോന്ന് കാണും. ഞാൻ കയ്യെത്താവുന്ന അകലത്തിലിരിക്കുന്ന എല്ലാം എടുത്ത് ഞാൻ ആ മഞ്ഞക്കുരുവും കഴിച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു വിഭാഗം ഡോക്ടർ നമ്മളെ കൊണ്ട് കഴിപ്പിക്കുകയല്ല, ചിലർ കഴിപ്പിക്കും. അപ്പോൾ ഡോക്ടർമാർ ആര് പറയുന്നതാണ് നമ്മൾ കേൾക്കേണ്ടത് എന്നൊരു ചിന്ത നമ്മെ വല്ലാതെ ഭരിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ തന്നെ ഒരു യൂണിറ്റി കാര്യത്തിൽ ഇല്ല. ഇന്നും നമ്മുടെ ഇടയിൽ ധാരാളം ആളുകൾ മുട്ട തൊടുകയില്ല, ഭയങ്കര പേടിയാണ്, മുട്ട കഴിക്കുകയില്ല. ഇനി അടുത്തൊരു വിഷയം പറയാം, മരച്ചീനി, കപ്പ. ഇത് കഴിച്ചാൽ ഷുഗർ രോഗികൾക്ക് ഒട്ടും പറ്റിയാൽ കഴിക്കരുത്. കഴിച്ചു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കണ്ടവരാനത്തുണ്ട്, അതിന് കുഴപ്പത്തിലാവുമെന്ന് പറഞ്ഞ് പേടിപ്പെടുത്തിയിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും ഷുഗർ രോഗികൾ, ഡയബറ്റീസുകാർ കഴിക്കുകയില്ല. എന്നാൽ ഈ അടുത്ത നാളിൽ ചില വീഡിയോ കൊണ്ട് കപ്പ കഴിക്കണം, കഴിച്ചേ പറ്റൂ, കപ്പ മുഴുവൻ ഫൈബറാണ്, കപ്പ കഴിക്കണം. അപ്പോൾ ഇതാര് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ഏത് ഡോക്ടർമാർക്കാണ് ഇതേ സംബന്ധിച്ച് ഒരു ധാരണയുള്ളതും ഇനി വല്ല റിസർച്ചൊക്കെ ചെയ്ത് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ യൂണിറ്റി ഉള്ളതും ആർക്കും ഒന്നുമില്ല. ഇവർക്ക് ഓരോരുത്തരും വന്നിരുന്ന് ഓരോന്നങ്ങ് പറയുകയാണ്. അത് കൂടുതലും ഇത് വരുന്ന യൂട്യൂബ് വഴിയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, എന്നെപ്പോലുള്ള ആളുകൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട എന്ന ആശങ്കയിൽ അവരെ ഈ ക്ലോക്കിൻ്റെ പെൻഡുലം ആടുന്ന പോലെ ഇവർ നിൽക്കുകയാണ്, വല്ല ഏത് കഴിക്കണം കഴിക്കേണ്ട എന്നുള്ള അവസ്ഥയിൽ അവർ നിൽക്കുകയാണ്. ഇനി മറ്റും ചില പ്രശ്നങ്ങളുണ്ട്. ഈ പാല് കുടിപ്പിക്കുകയില്ല, പാല് കുടിക്കാൻ സമ്മതിക്കുകയില്ല. പാല് കുടിച്ചു കഴിഞ്ഞാൽ അതും അപകടമാണ്, അത് കൊളസ്ട്രോളാണ്, അത് കഴിക്കരുത് എന്ന് പറയുന്ന ആളുകളുണ്ട്. ചിലർ പറയുന്ന പാലിൽ കാൽസ്യം ഉണ്ട്, അത് കഴിച്ചേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. ചില ഡോക്ടർമാർ പറയുന്നുണ്ട് ഇറച്ചിയും ഒന്നും കഴിക്കരുത്, അപകടമാണ്, കൊളസ്ട്രോളാണ്, അതാണ് ഇതാണ്, ബീഫൊന്നും കഴിക്കരുത്, റെഡ് മീറ്റ് കഴിക്കരുത്. അപ്പോൾ വേറൊരു പാർട്ടികൾ പറയുന്നു അല്ല, റെഡ് മീറ്റ് കഴിക്കാം, അല്പം കഴിച്ചോളൂ, കുഴപ്പമില്ല, ഇച്ചിരി മട്ടനും ചിക്കനും മീനും എല്ലാം കൂടി നോൺ വെജ് ഉൾപ്പെടുന്ന ഒരു ഭക്ഷണ ക്രമീകരണമാണ് നമുക്ക് നല്ലത്, കൂടെ വെജിറ്റേറിയനും, അതുകൊണ്ട് മീറ്റ് ഒട്ടും ഒഴിവാക്കല്ലേ എന്ന് പറയുന്ന ആളുകളുണ്ട്. ചിലർ മീറ്റ് തൊടാനേ സമ്മതിക്കില്ല. അപ്പോൾ ഇത് ഏത് ഡോക്ടർ പറയുന്നതാണ് ശരി? നമ്മളെ ആശങ്കാകുലരാക്കുകയാണ്, പേടിപ്പെടുത്തുകയാണ് ഭക്ഷണത്തിൽ. ഭക്ഷണം ഒരു വിഷവസ്തു തന്നെയാണ്. ഭക്ഷണം ശരീരത്തിൽ ഗുണവും ചെയ്യും, അതോടൊപ്പം തന്നെ ഭക്ഷണം വിഷവുമാണെന്ന് വിശ്വസിക്കുന്ന തന്നെ ഞാൻ അമിത ഭക്ഷണ വിഷയം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏത് കഴിക്കണം ഏത് കഴിക്കണ്ട എന്നുള്ളതിനെക്കുറിച്ച്
ഒരു വ്യക്തമായ ധാരണ നമുക്ക് തരാനായിട്ട് നമ്മുടെ ഡോക്ടേഴ്സിന് അറിയുന്നില്ല. യൂട്യൂബിൽ വരുന്നവരെല്ലാം വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്നവരാണ് അവരുടെ പ്രസംഗങ്ങളും പ്രചരണങ്ങളും. ഇത് ഏത് വിശ്വസിക്കണമെന്നറിയാതെ വിഷമിക്കുകയാണ് നമ്മൾ. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ ഫുഡ് സപ്ലിമെൻറ്റുകൾ കഴിക്കണമെന്ന് ഡോക്ടേഴ്സ് അങ്ങ് പറയുകയാണ്. ചിലർക്ക് എൻ്റെ വിൽപ്പനയുണ്ട്. അതിനകത്ത് ന്യൂട്രീഷൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഭക്ഷണത്തിൽ നമുക്ക് ആവശ്യത്തിന് ന്യൂട്രീഷൻസ് കിട്ടാറില്ല. അതുകൊണ്ട് നിങ്ങൾ കമ്പനികൾ തയ്യാറാക്കി മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെയോ ഡോക്ടർമാർ കൈവശത്തിലൂടെയോ നമ്മുടെ കയ്യിൽ വരുന്ന വൈറ്റമിൻസ്, മൾട്ടി മിനറൽസ്, ഈ ന്യൂട്രീഷൻസ് അടങ്ങിയ ഈ ഗുളികകളെല്ലാം കഴിച്ചോണം, അത് നല്ലതാണ്, അത് കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഡോക്ടർമാരുണ്ട്. ഒരു കൂട്ടർ ഡോക്ടർമാർ പറയുന്നത് കഴിക്കരുത്, കഴിച്ചാൽ ലിവർ അടിച്ചു പോവും, പോക്കാന്ന് പറഞ്ഞ് പേടിപ്പെടുത്തുന്ന ഡോക്ടർമാരുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഉള്ള മറ്റൊരു സാധനമാണ് ഒമേഗ 3 മീൻ ഗുളികകൾ. വിദേശ രാജ്യങ്ങൾക്ക് ആളുകൾ ധാരാളം അത് കഴിക്കുന്നതാണ്. പക്ഷേ നമ്മളെ കൊണ്ട് കഴിപ്പിക്കുകയില്ല. കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഒമേഗ 3 കഴിച്ചാൽ അതും ലിവർ അടിച്ചു പോവും, വലിയ പ്രശ്നമാണെന്നും പറഞ്ഞ് അതും വലിയ ഗുലുമാലി കിടക്കും. അപ്പോൾ ഇത് ന്യൂട്രീഷൻസും കഴിക്കാനൊക്കത്തില്ല. കൃത്രിമമായിട്ട് പാക്കറ്റിൽ കിട്ടുന്ന വൈറ്റമിൻസ് ഗുളികയും കഴിക്കരുത്, ഒമേഗ 3 കഴിക്കുക, ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പ്രചരിപ്പിക്കുകയും പേടിപ്പെടുത്തുകയും ചെയ്യുന്ന ഡോക്ടർമാർ നമ്മുടെ ഇടയിലുണ്ട്. ഇനി മില്ലറ്റ്സ്, ചെറുധാന്യവർഗ്ഗങ്ങൾ, അത് കഴിപ്പിക്കാനായിട്ട് തന്നെ ഒരു ഡോക്ടർ നമ്മുടെ ഇടയിൽ ഇപ്പോൾ 4000 ഇട്ട് തൂക്കിയായിട്ടുണ്ട്. അത് കഴിച്ചേ പറ്റൂ, അത് കഴിച്ചാൽ നല്ലതാണ്, അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഇല്ല, അത് അത്യാവശ്യം നമ്മൾ കഴിക്കേണ്ട ഒരു സാധനമാണെന്നും പറഞ്ഞ് നമ്മുടെ ദിനംതറി ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്ത് ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഡോക്ടറാണെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ അതിനിപ്പോൾ കുറേ ഡോക്ടർ രംഗത്ത് വന്നിട്ടുണ്ട്. അത് തട്ടിപ്പാണ്. അങ്ങനെ ചെറുധാന്യ വർഗ്ഗങ്ങളിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ഒരു ഭക്ഷ്യവസ്തു അല്ല അത് അധികം കഴിക്കരുത്, അതേക്കുറിച്ച് കൂടുതൽ പ്രചരണം കൊടുക്കുന്നത് ശരിയല്ലെന്നും പറഞ്ഞ് ചില ഡോക്ടർമാർ രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ വെളിച്ചെണ്ണ കഴിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാം എന്നാണ് ഇപ്പോൾ പറയുന്നത്. മുമ്പ് പറഞ്ഞ വെളിച്ചെണ്ണ കഴിക്കരുത്. വെളിച്ചെണ്ണ കുടിച്ചു കഴിഞ്ഞാൽ അപകടമാണ്, കൊളസ്ട്രോളാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. സസ്യ എണ്ണകൾ അതായത് സൂര്യകാന്തി എണ്ണയുടെ കുരുവിൻ്റെ വിലയേക്കാൾ ആട്ടിയെടുക്കുമ്പോൾ കിട്ടുന്ന എണ്ണയുടെനേക്കാൾ വളരെ കുറഞ്ഞ വിലയിലാണ് സൂര്യകാന്തി എണ്ണ കിട്ടുന്നത്. അപ്പം നമുക്കറിയാമല്ലോ എന്നാ ചേരുന്നതെന്ന്. അങ്ങനെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന മറ്റ് എണ്ണകൾ ധാരാളം കഴിച്ചോണം. വെളിച്ചെണ്ണ കഴിക്കലെന്ന് നമ്മൾ ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ നമ്മൾ വേരട്ടിക്കളഞ്ഞു ഡോക്ടർമാരെല്ലാം കൂടി. ഇതിപ്പോൾ പറയുന്നു വെളിച്ചെണ്ണ ആവശ്യത്തിന് കഴിക്കണം. ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണ 50 ഗ്രാം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്ന ഡോക്ടർമാരെ എനിക്കറിയാം. കുടിക്കണം, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, കഴിച്ചേ പറ്റൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് അമേരിക്കയിലൊക്കെ വെളിച്ചെണ്ണ ടൺ കണക്കിന് കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും, പണ്ട് കിട്ടുകയില്ലായിരുന്നു. അപ്പോൾ ഒരു കാലത്ത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് വെളിച്ചെണ്ണയും തേങ്ങയുമായിട്ടുള്ള വസ്തുക്കൾ കഴിച്ച് വളർന്ന നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ പകച്ചു നിൽക്കുകയാണ് ഇത് കേൾക്കുമ്പോഴത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കേരളം എന്ന് പറഞ്ഞാൽ കേരം തിങ്ങുന്ന നാട്ടിൽ കേരളത്തിൽ അരിയും തേങ്ങായും ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതം എന്തുവാ? അപ്പോൾ സംഗതി വെളിച്ചെണ്ണ കഴിക്കാൻ പാടില്ലെന്ന് വരട്ടി നമ്മളെല്ലാം കൂടെ ഒരു വല്ലാത്ത പരുവത്തിലാക്കി, ആശയക്കുഴപ്പത്തിലാക്കി, പേടിച്ച് വേരട്ടിച്ച് പണ്ടാരടങ്ങാൻ നമ്മളെ മുഴുവൻ ഇവർ വേരട്ടിക്കൊണ്ടുവന്നൊരു മൂലയിലാക്കി. ഇപ്പം എന്താ വെളിച്ചെണ്ണ കഴിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പം വെളിച്ചെണ്ണ ഉപയോഗം തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നത് ഈ ഭക്ഷണ കാര്യങ്ങളിൽ ക്രമീകരണം വേണമെന്നുള്ള ശരിയാണ്. ഭക്ഷ്യവസ്തുക്കൾ തന്നെയാണ് വിഷമായിട്ട് മാറുന്നത്. അവർ കഴിച്ചു കഴിഞ്ഞാൽ വിഷം തന്നെ ആവശ്യമൊന്നുമില്ല. പക്ഷേ അത് ഇന്നത് കഴിക്കണം ഇന്നത് കഴിക്കേണ്ട എന്ന് പറയാൻ ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തി കൃത്യമായിട്ട് ജനത്തിന് സന്ദേശം കൊടുക്കാൻ ഡോക്ടർമാർ കയ്യിൽ സംവിധാനം ഒന്നുമില്ല. നമ്മളായിട്ട് വട്ടം കറക്കുക എന്ന സ്ഥിതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഒരു കഥ കൂടെ പറഞ്ഞു തരാൻ അവസാനിപ്പിക്കാം. ജപ്പാനിലെ പണ്ട് ചുരുട്ട് വലിക്കുമായിരുന്ന ആളുകൾ, ഒരു കഥയാണ്. ജപ്പാനിൽ ചുരുട്ട്. അപ്പോൾ ചുരുട്ട് ഇങ്ങനെ വലിച്ച് ആസ്വദിച്ച് അവർ നീട്ടി വലിച്ച് പൂട്ടുകുറ്റി പോലത്തെ സാധനം വായി വെച്ച് വലിച്ച് നല്ല സുഖകരമായിട്ട് അവർക്ക് നീട്ടി ഊതുമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആരാണ്ട് പറഞ്ഞു ചുരുട്ട് വേണ്ട, ഇനി ബീഡി വലിച്ചാൽ മതി, ബീഡിയാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുട്ട് വലിച്ചുകൊണ്ടിരുന്ന ജപ്പാൻകാരെല്ലാം ബീഡി വലിയിലേക്ക് പോയി എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. ഏതാണ്ട് ഇതുപോലെയാണ് മലയാളികളായ നമ്മുടെ അവസ്ഥ.
പറഞ്ഞുകൊള്ളുകയാണ്.